ഒരു മത ആചാരപ്രകാരവും ജീവിക്കാൻ തയ്യാറല്ല. ഞാനിപ്പോൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർ പറഞ്ഞാൽ കുഴപ്പമില്ല മോനെ നിങ്ങൾ കല്യാണം കഴിച്ചെന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പള്ളിക്കാർ നാട്ടുകാർ വീട് ഇവരെല്ലാവരും ഇവർക്കെതിരാവും. പള്ളിയിൽ പിന്നെ നടക്കൂല. നിന്റെ മോള് നമ്മൾ എങ്ങനെ വളർത്തിയതാണ്, അതായത് ഏട്ടൻ്റെ മണ്ടയിൽ എന്തെങ്കിലും കുറ്റം വെക്കണം, അവൻ്റെ കൂടെ പോയിട്ടാണ് ഇങ്ങനെ എന്നൊരിത് വരണം. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ആ ഡ്രസ്സ് ഇട്ടത്, അത് തൊപ്പിയും വെച്ച് ജീൻസും ഇട്ട് ബൈക്കിൻ്റെ ബാക്കിൽ ഒരു തട്ടയിടാനുള്ള ചോയ്സിന് അവരാവശ്യപ്പെട്ട് പറയുന്നതാണ്. പക്ഷേ ഇവരൊക്കെ മാറ്റി നോക്കണം, അപ്പോൾ ചോയ്സ് എവിടെ നിന്നൊക്കെ വരുന്നൊക്കെ അറിയാം. നല്ലൊരു ഡ്രസ്സ് ഇടാൻ സമ്മതിക്കൂല അവരെന്നെ. നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് പോയി എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, നീ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോകണ്ട, ഇവിടുത്തെ കുട്ടിയാണെന്ന് വിചാരിക്കും. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയം രാവിലത്തെ ഫുഡ് കഴിക്കുന്നത് 12 മണിക്കാണ്. കാരണം ഇവരെല്ലാം കഴിച്ച് ആ ടേബിളിൽ നിന്ന് ആ സാധനം എൻ്റെ കിച്ചണിൽ വരണം. ഇവരുടെ ഒന്നും വീട്ടിൽ ഞാൻ സമാധാനത്തോടെ ഫുഡ് കഴിച്ചിരുന്നില്ല. സെഫി മോളെ അതിങ്ങനെ എടുത്തിട്ട് ഈ മോളെ വിളിയിൽ ഞാൻ വീഴും. അതെനിക്കറിയാം. ആ മോളെ വിളിയുണ്ടല്ലോ, അതാണ് എന്നെ അഡിക്റ്റ് ആക്കി വെച്ചിട്ടുള്ളത്. ഞാൻ ബാത്റൂമിൽ പോയി കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട് വയറുവേദന എടുത്തിട്ട്. അതൊക്കെ ഓരോ പീരീഡ്സായി വയറുവേദന എടുക്കുമ്പോഴും ഞാനത് ഓർക്കും. ഈ സത്യത്തിലല്ലേ നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ മരണം വരെയും നമ്മളിനി എത്ര കൊട്ടാരത്തിൽ ജീവിച്ചെന്ന് പറഞ്ഞാലും പോകില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു ഇലക്ട്രിക് കാർ വാങ്ങണം, പെട്ടെന്ന് പ്ലാൻ ചെയ്തു. കാരണം അങ്ങനെ ഒരു സ്വപ്നം കാണുന്ന ലെവലിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു ഇൻസിഡന്റ് നമുക്ക് മനസ്സിലായിട്ടില്ല കുഞ്ഞിന്റെ ഒരു വഴക്ക്, പക്ഷെ എന്തോ ഉള്ളിലുണ്ട്. നല്ലൊരു ഡ്രസ്സ് ഇടാൻ സമ്മതിക്കൂല അവരെന്നെ. ഏകദേശം അവിടുത്തെ മൂത്ത മോളും ഞാനും, ആ കുട്ടിയൊത്തി വണ്ണം ഉണ്ടെങ്കിലും ഏകദേശം നമ്മുടെ സ്കിൻ ടോൺ ഒന്നാണ്. അപ്പോൾ ഈ മനോരമയുടെ നമ്മുടെ അവിടുത്തെ മനോരമയുടെ ഓഫീസിന്റെ താഴോട്ടുള്ള സൈഡിലാണ് വീട്. അത് വഴിയൊന്നും ഞാൻ മറക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവരുടെ പുല്ലുണ്ടല്ലോ, നമ്മുടെ വളർത്തുന്ന പുല്ല് ചെത്തിയിട്ട് അതൊരു ചാക്കി കെട്ടി വെക്കും. അത് ഞാൻ കൊണ്ടുവന്ന് ഈ മനോരമ ഓഫീസിന്റെ അവിടെ വേസ്റ്റ് ബിൻ ഉണ്ട്, അവിടെ കൊണ്ടുവെക്കണം. അവിടെ പോകാൻ വേണ്ടി ഞാൻ നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് പോയി എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, നീ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോകണ്ട, ഇവിടുത്തെ കുട്ടിയാണെന്ന് വിചാരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ടൊരു കീറി നമ്മൾ നനഞ്ഞ കരിമ്പേനടിച്ച, നമ്മളെപ്പോഴും തുണി അലക്കൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പം അന്നത്തെ പ്രായത്തിൽ നമ്മളെ തുണി അലക്കാൻ നമ്മൾ മടിക്കും, കാരണം വയ്യ, എങ്ങനെയെങ്കിലും ഒന്ന് എവിടെയെങ്കിലും അവരുടേത് എന്തായാലും നമ്മൾ കഴുകി കൊടുത്തേ പറ്റും. നമ്മളെന്ത് ചെയ്യും, ഉരിഞ്ഞിട്ട് ജസ്റ്റ് അവിടെ അങ്ങ് വയ്ക്കും. അപ്പം ഇത് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കരിമ്പേനാവും. ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ ചൂളി നമ്മൾ നടന്നു പോകൂലേ, നമ്മൾ തീരെ ഇപ്പോഴും ഞാൻ റോഡിൽ നടക്കുമ്പോഴേ ചില കുട്ടികൾ കീറിയ ഉടുപ്പോ അങ്ങനെ കിടമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമം തോന്നും. അത് ഇവരും ഇതുവരെ ഇങ്ങനെ ആയില്ലല്ലോ, ഇപ്പോഴും നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്. എൻ്റെ കസിൻസ് 2 പേര് വെളിയിലുണ്ട്, അടുക്കള പണിക്ക് തന്നെയാണ് പോയേക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഞാൻ എപ്പോഴും പറയടി, എനിക്ക് നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വേറെ ഒന്നുമല്ല, മറ്റൊരാളുടെ അടുക്കളപ്പണിക്ക് പോകാന്ന് പറഞ്ഞാൽ കുറച്ചിലൊന്നുമല്ല, അത്രേ പറ്റൂ. അന്നത്തെ കാലത്ത് ജോലിക്ക് നിൽക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാല് ഭയങ്കര ഇപ്പോഴാണെങ്കിൽ കൂടി. പക്ഷേ ഇല്ലേ, ഇപ്പൊ നമ്മുടെ നാട്ടില് കുറച്ചും കൂടെയൊക്കെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, എനിക്കിത് പറ്റില്ല എന്ന് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഗൾഫിലേക്ക് പോകുന്നവർ, ഇപ്പം ഞാൻ നീ പറയുമ്പോൾ ഒക്കെ തന്നെ നിൻ്റെ ഉമ്മയുടെ കാര്യം ഞാനത് ആലോചിച്ചു. എന്തോരം അനുഭവിച്ച് കാണും. കാരണം കഴിഞ്ഞ ദിവസം കൂടെ ഒരു ചേച്ചി വോയിസിൽ എന്നോട് പറയാണ്, ഈ കണ്ണൂരിൽ നിന്ന് ഒരാൾ കൊണ്ടുപോയിട്ട് അവരുടെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ വിസ അടിക്കുന്നതിന് മുന്നേ തന്നെ അവർ ആ വീട്ടിലെ പണിയെല്ലാം ചെയ്യിപ്പിച്ചിട്ട് വൈകുന്നേരം എല്ലാവർക്കും 5 പേർക്കും 5 കൂട്ടമായിരിക്കും. എന്നിട്ട് ഇവർക്ക് കൊടുക്കുന്നത് അതായത് പഴയനാണ് എല്ലാ സാധനവും, എല്ലാം. അതായത് രാവിലെ കഴിക്കുന്ന കളയേണ്ട സാധനങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന അതിവിടെയും ഉണ്ട്. ഇവിടെയെന്ന് പറഞ്ഞാല് മാസങ്ങളോളം കാര്യമാണ്, മാസങ്ങളോളം ഫ്രിഡ്ജിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ഈ ചില ആളുകളെ ചില വലിയ വീടുകളിലൊക്കെ വരും, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ഫുഡ് എടുത്ത് കൊടുത്തുവിടും. ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ട് ആ ഫ്രിഡ്ജിലിരിക്കുന്ന ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് മാസങ്ങളോളം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരുന്ന സാധനങ്ങൾ, ചിലപ്പോൾ ചിക്കൻ കറി കാണും പഴയത്, ചിലപ്പോൾ ചിക്കൻ സ്റ്റൂ കാണും, അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും ഇത് ചെയ്യൂല, ഒരിക്കലും ചെയ്യില്ല. ആരും ചെയ്യാൻ പാടില്ല, ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. സത്യം. അത് ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം, ഫുഡ് ആണോ ഒരു വീട്ടിൽ നിൽക്കാൻ അല്ലെങ്കിൽ ഇത് പറയണ്ട. ഇവരുടെ ഒന്നും വീട്ടിൽ ഞാൻ സമാധാനത്തോടെ ഫുഡ് കഴിച്ചിരുന്നില്ല. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയം രാവിലത്തെ ഫുഡ് കഴിക്കുന്നത് 12 മണിക്കാണ്. കാരണം ഇവരെല്ലാം കഴിച്ച് ആ ടേബിളിൽ നിന്ന് ആ സാധനം എൻ്റെ കിച്ചണിൽ വരണം. കിച്ചണിൽ വരുമ്പോൾ അത്രയും പാത്രം കൂടി കിടക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും എടുത്ത് ഞാൻ കഴിക്കാനിരുന്നാൽ ഇറങ്ങത്തില്ല. മനസ്സിൽ മൊത്തം എനിക്കത് കഴുകണം എന്നുള്ളതാണ്. ഇപ്പം ഈ വീട്ടിലാണെങ്കിൽ പോലും അടുക്കളയിൽ പാത്രം കിടന്നാൽ ഞാൻ അവിടെ പോയി കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സ്വപ്നം കാണുന്നതോടെ പാത്രം കഴുകുന്നതാണ്. അത് മിക്ക വീട്ടമ്മമാരും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഇത് കഴിവണ്ടേ അപ്പം ഇത് ഇറങ്ങൂല.
ഇത് ഞാൻ എങ്ങനെയെങ്കിലും കുത്തിയിറക്കാന്ന് വെച്ചാൽ പോലും നടക്കില്ല, ഞാൻ കൊണ്ട് കളയുക ചെയ്യല്. ടേസ്റ്റ് തോന്നൂല ഫുഡിന്. പിന്നെ ഞാൻ പാചകം പഠിച്ചത് ഈ കോട്ടയത്ത് ആ വീട്ടിൽ നിന്ന് ഞാൻ വന്നല്ലോ, അത് കഴിഞ്ഞ് അതുവരെ ഉണ്ടാക്കുന്നത് അവരെങ്ങനെ കഴിച്ചെന്ന് ഞാൻ ഇപ്പം ചിന്തിക്കും. ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു തലശ്ശേരിക്കാർ അവരെ എടുത്ത് തന്നെ പറയണം, അവരെന്നെ മോളെപ്പോലെയാണ് നോക്കിയത്. മോളെപ്പോലെ തന്നെ വലിയ ബെഡ്ഷീറ്റ് എഴുതാൻ വേണ്ടി വേറെ ആളെ വിളിക്കും. ഇത്താടെ നൈറ്റിയും ഇത്തമായ ഞാനും മാത്രമേ ഉള്ളൂ. ഇത്താടെ നൈറ്റിയും ഇത്താടെ ഡ്രസ്സും മാത്രം കഴിയാതെ ഞാനും ഇത്തായി ഒരുമിച്ച് ഒരു ബെഡ്റൂമിലാണുള്ളത്. അപ്പം ഇത്ത കട്ടിലേക്ക് കിടക്കും. അപ്പം എന്ന് ഇത്താടെ തലമുടി കോതി കൊടുക്കും. അപ്പം എനിക്കൊരു നമ്മുടെ വീടാണെന്നുള്ളൊരു ഫീലുണ്ട് അവിടെ. പിന്നെ TV അങ്ങനെയൊന്നും ഇടലില്ല. പക്ഷേ മുകളിൽ കുറേ പയ്യന്മാർ താമസിക്കുന്നുണ്ട്, അവരുടെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന. അപ്പം ഞാൻ മുറ്റം തൂക്കാൻ പോയാൽ അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇത്ത പത്രം വായിച്ച് സിറ്റൗട്ടിൽ ഇരിക്കുന്നതെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലാവും. അവരെന്നെ ഒന്നും പറയാതിരിക്കാനും അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മളുമായിട്ടൊന്ന് സംസാരിക്കാനും, അല്ലെങ്കിൽ അവര് പയ്യന്മാരാണ്, ചെറുപ്പക്കാരാണ്, കമന്റ് അടിക്കാതിരിക്കാൻ ഒരു നോട്ടം. അവൻ്റെ അടുത്ത് എപ്പോഴും അവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഈ മുറ്റം തൂത്ത് തിരിച്ച് കയറി വരുന്നത് വരെ ഇത്തവിടെ കാണാം. അവിടെ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. രാവിലെ എണീക്കുക, കഴുകി വെച്ച പാത്രങ്ങൾ ഇനി പാറ്റയിൽ കയറുമല്ലോ, വീണ്ടും കഴുകുക. അവിടെ ചെറിയ ഉടായ്പ കടിക്കുക കേട്ടോ. സ്പൂണൊക്കെ നമ്മൾ എടുക്കാത്ത സ്പൂണുണ്ട്. എന്തിനാ അതെന്നും കഴിവുന്നത്? കാണിക്കാൻ വേണ്ടി മറ്റേതിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് അപ്പം വെള്ളം ഇറ്റിട്ട് വീഴുമല്ലോ. ആകെ 3 സ്പൂണേ എടുക്കുള്ളൂ, പിന്നെ എന്തിനാ എല്ലാം കഴിവുന്നത്? അല്ല, ഇത് പറഞ്ഞപ്പോ പലയിടത്തും ഇത് തന്നെയാണ് ഇവരുടെയൊക്കെ ഈ ജോലിക്ക് നമ്മൾ കൊടുക്കുന്ന ഈ 2000 ആണല്ലോ 1500 ആണല്ലോ കൊടുക്കുന്നില്ല. അപ്പൊ അതിന് വേണ്ടി ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചേച്ചിമാർ ഇപ്പോഴും പറയടി നമുക്കൊരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കത്തില്ല, മുളക് പൊട്ടിച്ചാണല്ലോ ഫാമിലിയുടെ കൂടെ നിൽക്കാമല്ലോ. എന്നുവെച്ചാൽ പണി എടുപ്പിക്കുന്നതിന് ഒരു മയവില്ല. അന്ന് ഈ പറഞ്ഞ പോലെ നമ്മളാണ് രീതി എങ്ങനെയാന്ന് പറയട്ടെ. സെഫി മോളെ അതിങ്ങനെ എടുത്തിട്ട് ഈ മോളെ വിളിയിൽ ഞാൻ വീഴും. അതെനിക്കറിയാം. ആ മോളെ വിളിയുണ്ടല്ലോ, അതാണ് എന്നെ അഡിക്റ്റ് ആക്കി വെച്ചിട്ടുള്ളത്. ആ മോളെ എന്ന് വിളിച്ചാൽ ഞാൻ അതായത് അന്ന് ആ മോളെ എന്നുള്ള വിളിയിൽ എനിക്ക് അവരുടെ അടുത്തുള്ള ഒരു സ്നേഹം, അവരെന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. അതാണ് നമ്മളെ ചൂഷണമാണ് ഇതൊരു തരത്തില്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വീടുകളിൽ പണിക്ക് നിൽക്കുന്ന ഒരുപാട്. ഇപ്പം ഞാൻ ഇപ്പോഴും ഉണ്ട്. എൻ്റെ അമ്മൂമ്മ റബ്ബർ വെട്ടും ഉണ്ടായിരുന്നു, അമ്മയുടെ അമ്മ റബ്ബർ വെട്ടുണ്ടായിരുന്നു. അവിടെ ഒരു നായരുടെ വീട്ടിൽ പണിക്ക് പോയി. നായരുടെ വീട് എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ നാട്ടിൽ അവരുണ്ടായിരുന്നു. അപ്പം അവരുടെ ഞാൻ പറഞ്ഞില്ല, അവരുടെ മക്കൾ പോലും അമ്മമ്മേനെ പേരെടുത്താ വിളിക്കുന്നത്, തങ്കമ്മയെന്നാണ് വിളിക്കുന്നത്. അതായത് അങ്ങനെയാണ്. ഇത് മതി, ഇവര് നമ്മളുടെ താഴെയാണ്, കുറഞ്ഞവരാണ്. നമ്മുടെ വീട്ടിലെല്ലാം വെല്ലുമ്മയ്ക്ക് അവിടെ ഒരു പ്രത്യേക ഗ്ലാസ് പാത്രം എല്ലാം ഉണ്ട്. ഞാൻ നിന്ന വീട്ടിൽ, അവരുടെ കുടുംബ വീട്ടിൽ ഒരു അമ്മ ഉണ്ട്, നല്ല പ്രായമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അത്രയും പ്രായമുള്ള എനിക്ക് തോന്നുന്നു ഒരു 80 വയസ്സെങ്കിലും അമ്മയ്ക്ക് വരും. ആ അമ്മയ്ക്ക് സെപ്പറേറ്റ് പാത്രം, ഗ്ലാസ്. പക്ഷെ ഞാൻ നിന്ന വീട്ടിൽ എനിക്ക് ഇത്ത തന്നിരുന്നില്ല അങ്ങനെ ഒരു സാധനം. പക്ഷെ ഇപ്പുറത്തെ വീട്ടിൽ, അതായത് കുടുംബ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർക്ക് സെപ്പറേറ്റ് പ്ലേറ്റ് ഗ്ലാസും ഉണ്ടായിരുന്നു. അതെ, ഈ സ്വന്തമായി പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ജോലിക്ക് ആളെ വെക്കുന്നത്. അല്ലാണ്ട് ഇവർക്ക് വേറെ ഇപ്പം ഞാൻ പറയാം, അവർക്ക് അസുഖമാണെങ്കിൽ ഓക്കെ, പ്രസവിച്ച് കിടക്കുവാണെങ്കിൽ ഓക്കെ, അല്ല എന്ന് വെച്ചാൽ ഓക്കെ മീൻസ് നമുക്ക് കുഞ്ഞിനെ നോക്കണം. അല്ലാണ്ട് നമ്മളൊരു ഹെൽപ്പ് ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ ആരെങ്കിലും ഇവരിങ്ങനെ പണി ചെയ്ത് ഇവർ നോക്കുമോ? ഇന്നത്തെ കാലത്ത് പണി ഞാൻ നാഗസൈരന്ദരി ചേച്ചിയുടെ ഇൻ്റർവ്യൂ എടുത്തപ്പോഴേ നാഗസൈരന്ദരി ചേച്ചി ചോദിച്ചു, ഒരു കറി ഉണ്ടാക്കുന്ന ആളുടെ ബുദ്ധിമുട്ട് അറിയാമോ? അതിങ്ങനെ എടുത്ത് കഴുകി അരിഞ്ഞെന്ന്. അപ്പോൾ കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ എനിക്കിട്ട് ആ തగ్గടിച്ച്, നീ വിചാരിക്കുന്ന പോലെയാണോ, നിനക്കങ്ങ് വന്ന് ഭരിപ്പിച്ചാൽ മതി. എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും കുറേ കറിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ അമ്മ സ്മാർട്ടാവണം, നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. ഒരു കറി എടുക്കാൻ നേരത്തെ ഇന്നതാണ് ചെയ്യാനുള്ളത് എന്നുള്ളത്, ആ ടക്ക എന്നുള്ളത്. അപ്പോഴും സമയവും എനർജിയും തന്നെയല്ലേ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. എനർജി. പക്ഷെ നമ്മളെ പറഞ്ഞ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര നമ്മൾ പണിക്ക് നിൽക്കുന്ന വീട്ടിൽ നമ്മൾ പണി എടുക്കത്തില്ലെന്നാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ. സഫിക്ക് ഈ വീട്ടിൽ ചെയ്യുമ്പോൾ സഫി ഏറ്റവും നന്നായിട്ട് നിർബന്ധിതയാണ് അവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് വെച്ചില്ല, കുഴപ്പമില്ല ഏതാ ഇന്ന് എനിക്ക് വയ്യ, വാങ്ങാം. അവിടെ നമ്മൾ നിർബന്ധമായും നമുക്ക് വയ്യ, ഇപ്പൊ പീരീഡ്സ് ആയി, വയറുവേദനയാണ്, ഞാൻ ബാത്റൂമിൽ പോയി കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട് വയറുവേദന എടുത്തിട്ട്. അതൊക്കെ ഓരോ പീരീഡ്സ് ആയി വയറുവേദന എടുക്കുമ്പോഴും ഞാനത് ഓർമ്മിക്കും. ഈ സത്യത്തിലല്ലേ നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങൾ മരണം വരെയും നമ്മളിനി എത്ര രാജകൊട്ടാരത്തിൽ ജീവിച്ചെന്ന് പറഞ്ഞാലും പോകില്ല. ഇപ്പം നേരത്തെ വെച്ചില്ല മറ്റേ സഹതാപമാണോ ചോദിച്ചത്, അവിടെ ഞാനന്ന് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ സഹതാപമല്ല, മറിച്ച് ഇവള് കഷ്ടപ്പെട്ട് ഞാൻ കാണുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചേ. അപ്പം ഈ പ്രായത്തിലും എൻ്റെ അന്നത്തെ കാഴ്ചപ്പാട്, അന്ന് എനിക്ക് ഈ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കണം, എൻ്റെ കുറച്ച് കൊച്ചു സ്വപ്നമാണ്. സ്ത്രീധനം വാങ്ങുന്നതിന് ഇഷ്ടമല്ല, അത് കല്യാണം എന്തായാലും. ഇപ്പോഴും അന്ന് ഞാൻ ഇതിനെതിരായിരുന്നു, അങ്ങനെ സ്ത്രീധനം അത് തെറ്റാണെന്നാണ് എൻ്റെ ധാരണ, അന്നും എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരു സ്നേഹിച്ച് തന്നെ കല്യാണം കഴിക്കണം, ഇങ്ങനെ അല്ലാതെ നമ്മൾ ഈ പെണ്ണാണൊക്കെ പോയി ചായയൊക്കെ പിടിച്ച് അത് ശരിയല്ലല്ലോ.
നമുക്ക് പരസ്പരം മനസ്സിലാക്കിയിട്ടില്ലേ ഇങ്ങനൊരു കാഴ്ചപ്പാട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ പിന്നെ ഒന്നുകൂടെ ഉണ്ട്, എന്നെക്കാളും അല്ലെങ്കിൽ എന്നെ പോലെ പാവപ്പെട്ടവരായിരിക്കണം. കാരണം എന്നാലേ നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു AC കിടക്കുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നൊരു ഫാൻ കൊടുത്തൊരു കാര്യമില്ലല്ലോ. മറിച്ച് കല്യാണത്തിന്റെ അന്ന് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, നീ ആ കൊച്ചിനെ കല്യാണം കഴിച്ച് അപ്പോൾ എനിക്കിനി ഇതിനേക്കാളും കഷ്ടപ്പെടാനില്ല. കാരണം ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് മുമ്പോട്ട് വന്ന ഒരാളാണ്. പിന്നെ കുറച്ച് നേരത്തെ കഴിഞ്ഞ് വർക്ക് പഠിക്കാൻ പറ്റി. എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റി. പിന്നെ എനിക്കൊരു സഹോദരി ഇല്ലാത്തത്, ഇപ്പം എനിക്കൊരു സഹോദരി ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സഹോദരി ഇല്ലാത്തത് എനിക്കൊരു അനുകൂല ഘടകം പലപ്പോഴും തോന്നില്ല. കാരണം വെച്ചാൽ എനിക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മാത്രമേ എൻ്റെ കാര്യത്തോട് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സഭയുടെ കാര്യത്തിലും മറ്റേ എനിക്കങ്ങനെയല്ല, എനിക്ക് തീരുമാനം എടുക്കാം. ഞാൻ തീരുമാനിച്ചാൽ മതി, എനിക്ക് വേറെ ആരും നോക്കണ്ട. അപ്പോൾ എൻ്റെ അമ്മയെ സമ്മതിപ്പിച്ചാൽ മതി, അമ്മയുടെ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ സഭയുടെ കേസൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പോൾ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ ഇങ്ങനെയാണ്. പക്ഷേ ഇത് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇനി വേറെ കാര്യത്തിൽ അമ്മേനെ നിർബന്ധിക്കരുത്, ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ അമ്മയ്ക്കത് പേടിയായി. അതുകൊണ്ട് അമ്മയെ സമ്മതിപ്പിച്ചതാണ്. എന്നാലും അമ്മ സമ്മതിച്ചു. അമ്മയുടെ സമ്മതത്തോട് തന്നെയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ. കല്യാണമായിട്ടാണ് നടത്തിയത്? അതെങ്ങനെയാണ്? അതും അടുത്തൊരു ഡിസ് പറയേണ്ടി വരും. പക്ഷെ അത് പറയുമ്പോഴത്തേക്ക് ചിലപ്പം പലർക്കും അത് ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, എൻ്റെ ഉമ്മായും മാമായും ഒക്കെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴും ഞാൻ ഒരിക്കലും ഒരു മത ആചാരപ്രകാരവും ജീവിക്കാൻ തയ്യാറല്ല. അങ്ങനെ ഒരു വ്യക്തിയല്ല. അതായത് ഞാനൊരു എത്തീസ്റ്റാണ് അന്ന് ഞാൻ പക്ഷെ ഇന്നാണെങ്കിൽ നമുക്കറിയാം ഞാനൊരു എത്തീസ്റ്റാണ്, എനിക്കറിയാം. അല്ലെ എന്നെ പോലെ കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് എനിക്ക് ദൈവവിശ്വാസമൊന്നുമില്ല, ഞാൻ വിശ്വാസിയല്ല. പക്ഷേ എന്നെ പോലെ ആൾക്കാരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ 23 അപ്പം എനിക്ക് ഇപ്പം എൻ്റെ അമ്മയൊക്കെ ഹിന്ദു, അല്ലെങ്കിൽ എനിക്ക് അതിൽ വിശ്വാസമില്ല. ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്, പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്, സൺഡേ സ്കൂൾ. അപ്പോൾ എനിക്കിതൊന്നും വിശ്വാസമില്ല, അന്നേ ഇല്ല, 23 വയസ്സിലും ഇല്ല. അപ്പം ഞാനിവിടെ കല്യാണം കഴിക്കുന്ന കാര്യം വന്നപ്പോഴത്തേക്ക് ഇവളുടെ മാമ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾക്കൊരു അന്യമാസത്തിന്, അപ്പോൾ ഇത് നിങ്ങൾക്കത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കൊരു അന്യമതസ്ഥർക്ക് കല്യാണം കഴിച്ച് കൊടുക്കാൻ പറ്റില്ല. നീ ഒരു മുസ്ലിം ആണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം അവളെ ഒരു സ്ത്രീധനമൊക്കെ ഒരുപാട് കൊടുത്ത് കെട്ടിക്കാനൊന്നും അവർക്ക് പറ്റത്തില്ല അന്ന്. അപ്പം അവർക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് അവർ റെഡിയാണ്. പക്ഷേ പ്രശ്നം എന്താണ്, ഞാനൊരു സ്വജാതിയിൽ അല്ല സ്വമതത്തിൽപ്പെട്ട ആളല്ല. അപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ നീ വിളിച്ചുകൊണ്ട് പോവേ, അതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ കല്യാണം കഴിച്ച് തരണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്തേ പറ്റൂ. ഒരുപക്ഷെ സഭി അന്ന് സമ്മതിച്ചിരുന്നില്ല, ഇങ്ങനെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ചിലപ്പം അത് ചെയ്യില്ലായിരുന്നു. പക്ഷേ പ്രശ്നം വെച്ചാൽ എനിക്ക് മനസ്സിലാവും, കാരണം അവളുടെ അവസ്ഥ മനസ്സിലാവും. അവൾക്കൊരിക്കലും ഇന്നത്തെ സഭയല്ലല്ലോ അത്. അവളെ സംബന്ധിച്ച് അവളുടെ വീട്ടുകാരെയൊക്കെ എതിർത്തുകൊണ്ട് എൻ്റെ കൂടെ ഇറങ്ങി വരാനുള്ള രണ്ടാമത്തെ അവളുടെ വിശ്വാസവും അവളന്ന് ആരെയും വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ല, അവർക്ക് വേദനിപ്പിച്ചുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാവും. അപ്പം അവർ എന്നോട് ആവശ്യപ്പെട്ടു, മതം മാറിയാൽ മാത്രമേ കെട്ടിച്ചേരാൻ പറ്റൂ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു തരാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ സാധാരണ എല്ലാവരും തുറന്ന് പറഞ്ഞിരുന്നു കേട്ടോ, ഒരിക്കലും ഞാൻ മതാചാരപ്രകാരം ജീവിക്കൂല. അപ്പം ഞാൻ അവളുടെ ഉമ്മയോട് പറഞ്ഞത്, അപ്പം നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാനിത് ചെയ്യാം. കാരണം ഇവിടെ പ്രശ്നം എന്ന് പറയും, ഇപ്പം ഞാനിപ്പോൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർ പറഞ്ഞാൽ കുഴപ്പമില്ല മോനെ, നിങ്ങൾ കല്യാണം കഴിച്ചു എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പള്ളിക്കാർ, നാട്ടുകാർ, വീട് ഇവരെല്ലാവരും ഇവർക്കെതിരാവും. പള്ളിയിൽ പിന്നെ അടക്കൂല. അതായത് മകളെ മറ്റൊരാൾക്ക് കെട്ടിച്ച് അന്യ മതത്തിലുള്ള ഒരാൾ കല്യാണം, എനിക്കത് പറയുന്നതിന് എനിക്ക് അവരെ സമ്മതത്തോടെ അല്ലെങ്കിൽ പോലും അവരുടെ സമ്മതത്തോടെ ഞാൻ ഇറങ്ങിപ്പോയി. ഉമ്മ എൻ്റെ അടുത്ത് മിണ്ടും, ഉമ്മ എൻ്റെ വീട്ടിൽ വരും, സഹകരിച്ചാൽ പോലും പള്ളിയിൽ അടക്കൂല. അപ്പൊ ഉമ്മ എന്ന് പറഞ്ഞാൽ അവരെ ആ ഒരു ഇത് ജീവിച്ച് അല്ല, അപ്പൊ ഇവരെ ഒരുപാട് സങ്കടത്തിലാക്കിയിട്ടുള്ള നമ്മളെങ്കിൽ ഇറങ്ങിപ്പോ അങ്ങനെ പറ്റുള്ളൂ. പിന്നെ എനിക്കറിയാം, അങ്ങനെ ഇവള് ഇറങ്ങി വന്നാൽ പോലും ഇവള് എൻ്റെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഇവരോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ചെയ്യാം, അത് കഴിഞ്ഞ് ഞാനിങ്ങനെ തന്നെ ജീവിക്കുമെന്ന് ഉറപ്പില്ല. കാരണം ഇപ്പം എനിക്ക് വിശ്വാസം എന്നാൽ ഞാൻ ജീവിക്കും, അതിപ്പോൾ ഏത് മതമായി. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒന്നത് എനിക്ക് വിശ്വാസമില്ല, എനിക്ക് മനസ്സിലാക്കിയിട്ട് വിശ്വാസം വരുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് ഞാൻ തയ്യാറായി. ഞാൻ 2 മാസം നമ്മുടെ പൊന്നാനി പോയായിരുന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പം ആ സമയത്താണ് എൻ്റെ വാപ്പ മരിക്കുന്നത്. അപ്പൊ വാപ്പ മരിച്ചപ്പം കാണാൻ വരാൻ നേരത്ത് മാമ സമ്മതിച്ചില്ല. കാരണം അവർ ഭയങ്കര എനിക്കത് ആ സമയത്ത് എനിക്ക് ആ സമയത്ത് ഭയങ്കര ദേഷ്യം തോന്നിയിട്ടുണ്ട്. കാരണം ഏട്ടന് ഇത്രയൊക്കെ ഇറങ്ങി വരുമ്പം പോലും അവരൊരു സഹകരണം ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ കള്ളം കഴിഞ്ഞാൽ തന്നെ ഇതൊന്നും അധികം നാളും പോകത്തുന്നു ഇതൊക്കെ എന്ന് അവരുടെ മനസ്സിലാക്കാൻ അറിയാം. അവരെ സംബന്ധിച്ച് അവളുടെ മാമ അല്ലെങ്കിൽ അവരെയൊക്കെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് പോയാലും പിന്നീട് പ്രശ്നങ്ങളാവാൻ സാധ്യതയുണ്ട്. കാരണം
ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും വളരെ പ്രശ്നത്തിലോട്ടാണ് പോണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ മതം മാറി ആ പേര് സ്വീകരിച്ചിരുന്നു. ആ പേര് ഞാനാണ് പേരിട്ടത്. എന്താണ് പേര്? സമീർ. ഓ, എൻ്റെ പേര് സഫീറാണ്. അപ്പനും മക്കൾക്കും പേരിടേണ്ടി വന്നല്ലേ? അതെ, അപ്പനും മക്കൾക്കും ഞാൻ തന്നെ പേരിട്ടത്. പക്ഷെ ഒരിക്കലും അതൊരു ഒഫീഷ്യൽ നെയിം അല്ല. അവള് ഭയങ്കര ചിരി. അവൾക്ക് ഇതെല്ലാം ഞങ്ങളിതെല്ലാം അവൾക്ക് നമ്മളെ കുറിച്ച് അറിയാത്തായിട്ട് അവൾക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഞാനൊരു തുറന്ന പുസ്തകം പോലെയാണ്. എനിക്ക് എന്റെ സ്റ്റോറി, എന്റെ ഈ കഥ പറയാൻ, അതായത് എന്റെ ലൈഫ് ഇപ്പൊ എന്റെ ബന്ധുക്കളൊക്കെ അവരോട് ഇങ്ങനെ എന്നെ പറഞ്ഞു, അതായത് നീ കല്യാണം കുഴപ്പമില്ല, പക്ഷെ നീ മതം മാറി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യോജിപ്പില്ല. പലരും പറഞ്ഞു കല്യാണം കഴിക്കുന്നതിന് സ്വന്തം കൂട്ടുകാരൻ വരെ വേണ്ട എന്ന് പറഞ്ഞു. അല്ല അപ്പൊ ഞാനവരോട് പറഞ്ഞാല് ഇപ്പൊ ഒരുപക്ഷെ ഞാനൊരു വിശ്വാസിയൊക്കെ ഒരുപക്ഷെ ഞാൻ തയ്യാറാവത്തില്ല. കാരണം എന്റെ വിശ്വാസമാണ് എനിക്ക് വരുന്നത് എന്നുള്ള രീതിയിൽ നിന്നേനെ. അല്ല, പ്രണയത്തിന് വേണ്ടിയിട്ട് ഏത് വേഷവും സ്വീകരിക്കാം എന്നുള്ളതാണ്. അല്ല, ഇവിടെ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ത്യാഗത്തിന്, എൻ്റെ ചെറിയ ത്യാഗത്തിന് തയ്യാറായി കഴിഞ്ഞാൽ പിന്നെയുള്ള എൻ്റെ ജീവിതം എനിക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. കാരണം അവളുടെ വീട്ടുകാർ സഹകരിക്കും, അവളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് അവൾക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പൊ അവളും സേഫ് ആവില്ലേ? എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ളത് മൊത്തം. അപ്പൊ സഫീറ, ഞാനൊരു കാണിച്ചിട്ടെ, സഫി ഒരു ചെറുപ്പകാലം മുതൽ മദ്രസ, സ്കൂള്, ഈ ആചാരങ്ങൾ, പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല, അല്ലെങ്കിൽ തട്ടം പോലും കാണുന്നില്ല ഒരു മദ്രസ. അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവള് ഞങ്ങളെ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ ആണുങ്ങൾ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവള് ഈ കതവിൻ്റെ മറവിൽ ഇങ്ങനെ എത്തി നോക്കുന്ന ആ ഒരു അവസ്ഥയായിരുന്നു. ഏട്ടൻ എന്നെ മാറ്റിയിട്ടൊന്നുമില്ല. ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ തട്ടമിടരുത്. ഞാൻ നിസ്കരിക്കുമായിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞ് നമസ്കരിക്കരുതെന്നൊന്നും. ഞാൻ പറഞ്ഞു, പക്ഷേ ഞാനാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു പൊട്ടക്കിണറ്റി കിടന്നിട്ട് അവിടെ ഉള്ള ആളുകൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിന് പുറത്തൊരു ലോകം ഉണ്ടെന്ന് അറിയാൻ ഞാൻ അതിന് മണ്ടയിൽ കയറി വരണം. ഞാൻ മണ്ടയിൽ കയറി വരാൻ വേണ്ടി അത്രയും വർഷങ്ങൾ എടുത്തു. ഞാൻ പയ്യെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ഞാൻ ഇപ്പം അതായത് ഞാൻ ഒരിക്കലും ഞാനിങ്ങനെയാണ്, ഞാൻ ഒരു വിശ്വാസിയല്ല, പക്ഷെ നീ വിശ്വസിക്കരുതെന്ന് ഞാൻ ഒരിക്കലും അവളോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ സാധാരണ രീതിയിൽ സംസാരിക്കും. ഇപ്പോൾ ഇവള് നിസ്കരിക്കുമായിരുന്നു, എൻ്റെ മോളുടെ ചോറ് കൊടുപ്പൊക്കെ ഭീമാപ്പള്ളിയിലാണ് നടത്തിയത്. ഇതിന്റെ അവൾ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരിക്കലും എതിർത്തത്. കാരണം ഓക്കെ, നിന്റെ സന്തോഷം അതാണെങ്കിൽ. പക്ഷെ പയ്യെ അവളത്, ഞാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. നമുക്കുണ്ടായ കുറെ ലിമിറ്റ് ആയിട്ട്. പക്ഷെ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ജീൻസ് ഒക്കെ ഇടാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാനൊരു അതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു വട്ടം ഞാൻ ഏട്ടൻ്റെ പഴയ ജീൻസ് അതും ഇട്ടൊരു ചുരിദാറിന്റെ ടോപ്പ് ഇട്ട ഏട്ടൻ്റെ കൂടെ, അന്ന് ബാക്കിലിരിക്കുന്നവർക്ക് ഹെൽമെറ്റ് വേണ്ട, തൊപ്പി ബാക്കിലോട്ട് വെയിലായതുകൊണ്ട് തൊപ്പി എടുത്ത് വെച്ചതിന് എൻ്റെ ഗൾഫിൽ നിന്ന് ഉമ്മായെ വിളിച്ച്, അതായത് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടും ഇവരുടെയൊക്കെ കടന്നു കയറ്റമുണ്ട്. ഇവര് വിളിച്ചു പറയാണ്, ഉമ്മായെ വിളിച്ചു പറയാണ്, നിന്റെ മോള് നമ്മൾ എങ്ങനെ വളർത്തിയതാണ്, അതായത് ഏട്ടൻ്റെ മണ്ടയിൽ എന്തെങ്കിലും കുറ്റം വെക്കണം, അവൻ്റെ കൂടെ പോയിട്ടാണ് ഇങ്ങനെ എന്നൊരിത് വരണം. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ആ ഡ്രസ്സ് ഇട്ടത്. അത് തൊപ്പിയും വെച്ച് ജീൻസും ഇട്ട് ബൈക്കിന്റെ ബാക്കിൽ നിന്ന് പോയി. നമ്മൾ കേൾക്കുന്ന ഒരു ഇതാണല്ലോ ഈ ചോയ്സ്, നമ്മുടെ ചോയ്സ് ആണ് ഡ്രസ്സ്. ഒരു തട്ടയിടാനുള്ള ചോയ്സിനെ അവരാവശ്യപ്പെട്ട് പറയുന്നതാണ്. പക്ഷേ ഇവരൊക്കെ മാറ്റി നോക്കണം, അപ്പോൾ ചോയ്സ് എവിടെ നിന്നൊക്കെ വരുന്നൊക്കെ അറിയാം. അല്ല, ഇപ്പം ഈ പറയുന്ന പോലെ കല്യാണം കഴിച്ച് വീട് സ്വന്തം വീട്ടിലേക്ക് തന്നെയാണോ വന്നത്? അല്ല, ഞാൻ അന്നും വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പാരമ്പര്യ സ്വത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് പിന്നെ എൻ്റെ അമ്മ വീട്ടു ജോലി ചെയ്താണ് എന്നെ വളർത്തുന്നത്. പറയൂലേ, അമ്മ ചോറ് തിന്ന്, അല്ല അമ്മ വെള്ളം കുടിച്ചിട്ട് മോനെ അതിന്റെ ചോറ് കൊടുത്ത്, അങ്ങനെയൊക്കെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചോദിച്ചു സാധാ, കാരണം എൻ്റെ അമ്മ ചെയ്തിരുന്നതാണ് വീട്ടു ജോലി. ഇപ്പം ഇന്നും അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മ പോകും. അമ്മ ഇപ്പം 60 വയസ്സ് ആയി, അമ്മ പറ്റുമെങ്കിൽ പോകണം, ഞാൻ പോകാറില്ല എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല, സഹതാപമല്ല, മറിച്ച് പക്ഷെ അവളുടെ കഷ്ടപ്പാട് ഞാൻ കണ്ടായിരുന്നു. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഒരാളെങ്കിൽ അവളെ എൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരുമിച്ച് നല്ല സന്തോഷം ജീവിക്കാൻ പറ്റും. അപ്പോൾ അവളെങ്കിലും ഇഷ്ടപ്പെടും. ഒരാളെങ്കിലും നമുക്ക് എല്ലാവരെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവളെങ്കിലും അത് ഹെൽപ്പ് എന്നുള്ളതല്ല, മറിച്ച് എനിക്ക് എൻ്റെ ആവശ്യമാണ് അങ്ങനെ ഒരാൾ എൻ്റെ കൂടെ വേണമെന്നുള്ളത്. അല്ല, മക്കൾ ഞങ്ങളോടും പറഞ്ഞു ഞങ്ങൾ എയ്ത്തിസ്റ്റ് ആണ്, ഞങ്ങൾക്ക് അങ്ങനെ അതൊരു ബിലീഫ്സ് ഇല്ല എന്ന് പറഞ്ഞു. അവരെ നമ്മൾ മതം പഠിപ്പിച്ചിട്ടില്ല. അവരുടെ പേര് പോലും ഒരു മതത്തിനും. അല്ല, മക്കളെ മോളുടെ പേരെങ്ങനെയാണ്? അനുഹ. അമ്മാവൻ്റെ മോന്റെ പേര് അഹൻ. ഞങ്ങൾ പേരിട്ടപ്പോഴും ആലോചിച്ചു വളരെ, കാരണം വെച്ചാൽ ഒരു രീതിയിലും അവരേത് മതത്തിലുള്ളതാണെന്ന് കണ്ടുപിടിക്കാൻ. അല്ല, മതത്തിൽ ആരും അന്വേഷിക്കരുത്. അല്ല, ആരും അവർക്ക് 18 വയസ്സായി അവർക്ക് സ്വയം തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സമയത്ത് അവർക്ക് ആരാവണം. പിന്നെ എങ്ങനെയാണ് ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഒരു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്മൾ മറ്റേ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും അടുക്കളപ്പണിയിൽ നിന്ന്
ഒരിക്കലും ഒരു വീട്ടുജോലിക്കാരി എന്താ പറയുക നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പറയും റിയൽ ലൈഫിൽ അങ്ങനെ ഉണ്ടാകത്തില്ല. നമുക്ക് സീരിയലിലെ സിനിമയിലൊക്കെ മറ്റേ നിമിഷ നേരം കൊണ്ട് IAS IPS ഒക്കെ എടുക്കുന്ന പോലെ തന്നെ. എങ്ങനെയാണ് ആ ഒരു ജേർണി എങ്ങനെയുണ്ടായിരുന്നു? ജേർണി ജീവിതത്തിൽ വന്നു ചേർന്നതെല്ലാം അത് ഭയങ്കര പ്രൗഡായിട്ട് പറയാം. വന്നു ചേർന്നതെല്ലാം നമ്മളിലേക്ക് എത്തിപ്പെട്ടതാണ്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം, എത്തിപ്പെടുകയും വേണം. അത് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി അത് എത്തും. ഞാൻ പറയും എപ്പോഴും ഒരു കച്ചിത്തുരുമ്പായിരിക്കും നമുക്ക് കിട്ടുന്നത്, അത് പിടിച്ചാൽ കയറിയേക്കണം, അത് എത്തേണ്ടടുത്ത് എത്തും. ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളായിരുന്നു, മക്കളെ നോക്കുക, അവരെ സ്കൂളിൽ വിടുക, പിന്നെ അത് കഴിഞ്ഞ് കുറെ സമയമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവര് വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ട് അത് ഇത് ഇങ്ങനെ ഈ കുക്കിങ്ങിനോട് ഇഷ്ടം തോന്നിയതും ഒന്നാമത് തന്നെ നമ്മുടെ പാരമ്പര്യമായിട്ട് വാപ്പായൊക്കെ പാചകക്കാരനാണ്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ട്, അപ്പം ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൊറോണ വരുന്നതും ലോക്ക്ഡൌൺ വരുന്നതും ഒക്കെ. അപ്പൊ ആ സമയത്ത് എന്റെ സൈറ്റില് ജോലിക്ക് അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ആയിട്ട് ബിരിയാണി ചെയ്തു. അപ്പം ബിരിയാണി വെച്ച് എന്നും ഡെയിലി ഇവിടെ നിന്ന് ബിരിയാണി പാക്ക് ചെയ്ത് സൈറ്റിൽ പോകും. അപ്പൊ ഹോട്ടലൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം അടുത്തുള്ളവരും പറഞ്ഞ് നമുക്കും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കും ചെയ്തു കൊടുത്തു. അപ്പൊ ഈ 11 മണിയാവുമ്പോൾ ബിരിയാണി കഴിഞ്ഞിരിക്കണം, പണി കഴിഞ്ഞിരിക്കണം, എന്നാലേ എനിക്ക് പാക്ക് ചെയ്ത് 12 മണിക്കകത്ത് എനിക്ക് എത്തിക്കാൻ പറ്റും. അതെന്നെ കൊണ്ട് പറ്റൂല, ഒറ്റയ്ക്ക് പറ്റൂല. ആ സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനലില് കേക്ക്, അതിന് മുമ്പൊക്കെ കേക്ക് ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്, ഫെയിൽ ആവുന്നുണ്ട്, എടുത്തെറിയുന്നുണ്ട്, കളയുന്നുണ്ട്, ഇവര് ഇരകളാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ കേക്ക് ചെയ്തപ്പോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. വെറും ഗ്യാസ് സ്റ്റോപ്പില് ചരുവത്തിൽ വെച്ച് ചെയ്തപ്പോ നല്ല പഞ്ഞി. അപ്പൊ കോൺഫിഡൻസ് ആയി, സ്പഞ്ച് നേരെ ആയാൽ തന്നെ കോൺഫിഡൻസ് ആയി. അപ്പം എന്റെ ഫ്രണ്ട്സ് വന്നു, അപ്പം കൂട്ടുകാരൊക്കെ വന്നപ്പോ 2-3 പേര് മറ്റേ എനിക്ക് പെട്ടെന്ന് പരസ്യം ഓർമ്മ വന്നാണ് ക്യാരറ്റ് ഹൽവ. അതല്ല, അവര് വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും എനിക്കിങ്ങനെ ഇവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കൊടുക്കണം, അതാ മുമ്പ് ഓരോ വട്ടം വരുമ്പോഴും എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ ഞാൻ കേക്ക് ക്രീമൊക്കെ ചെയ്ത് അന്ന് ഒരു ക്രീം തപ്പി ആറ്റിങ്ങ പോയാണ് എനിക്ക് ക്രീം മേടിച്ചുകൊണ്ട് തന്നത്. കാരണം എനിക്ക് അറിയില്ല എവിടെ ക്രീം കിട്ടുമോ ഒന്നും അറിയില്ല. അത് നെറ്റിലൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അവസാനം അവിടെ നിന്ന് പറഞ്ഞാൽ കിട്ടാതെ. പക്ഷെ ഇവിടെ എനിക്ക് തലയ്ക്ക് ചുറ്റും ക്രീം കിട്ടുന്ന എന്നിട്ടാണ് ആറ്റിങ്ങ പോയി ഇടം വെച്ചോണ്ട് വന്നത്. എന്നിട്ട് അതിനെ ബീറ്റ് ചെയ്ത് ഫസ്റ്റ് കേക്ക് ചെയ്തു, ലെയർ ചെയ്ത് ക്രീം ചെയ്തു. കേക്കിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഷേപ്പ് ഒന്നുമില്ല, ഇങ്ങനെ മല പോലെ. അപ്പൊ അത് കട്ട് ചെയ്ത് കഴിച്ചപ്പോ ഇതെന്താ അതങ്ങ് മാറി, കൊള്ളാലോ എന്നായി. അതിന് മുമ്പെന്ന് പറഞ്ഞാൽ ഈ കേക്ക് എനിക്ക് ചെയ്യണമെന്ന് വാശി വന്നത് മോന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഉണ്ടായിക്കോട്ടെ. ഇതിനു മുമ്പ് ആ കേക്ക് ഫ്ലോപ്പായി. അത് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മമ്മി എന്റെ ബർത്ത്ഡേ കുളവാക്കിയത്. അതുകൊണ്ട് ഞാൻ സത്തോടെ ചത്തു. അങ്ങനെയാണ് എന്തായാലും ഞാൻ കേക്ക് ചെയ്യും. അങ്ങനെയാണ് യൂട്യൂബ് നോക്കി റെസിപ്പി ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഇവരുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്ത് അവര് കഴിച്ചപ്പോ എന്റെ ഫ്രണ്ട് തുഷാരണ്ണൻ ചോദിച്ചു, ഇത് നല്ല ആ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ, സെയിൽ ചെയ്തൂടെ എന്ന്. അപ്പൊ എന്താ പറയും പോലെ പെട്ടെന്ന് അളിയാ മനസ്സിലിട്ട് പൊട്ടി, വീണ്ടും പൊട്ടി. അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ പേരിടുന്നു. അപ്പൊ പേരിടാൻ വേണ്ടി സംസാരിച്ചപ്പോ ഏട്ടൻ പറഞ്ഞു, സഫീസ് നിന്റെ പേരുമായിട്ട് ചേർന്ന് അല്ല, അവർക്ക് വിസിറ്റിംഗ് കാർഡ് അടിക്കണമല്ലോ, എനിക്ക് പബ്ലിഷ് ചെയ്യണം കേക്ക്. അത് ഞാൻ ഇതിൽ നിന്ന് തന്നെ പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നിന്നും ഫീഡ്ബാക്ക് നല്ലത് വരുമല്ലോ. അപ്പൊ ഞാന് അവരടുത്ത് പറഞ്ഞു കേക്ക് ചെയ്ത്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു അങ്ങ് എത്തിയതാണ്. അപ്പം സിന്ധു ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കേക്ക് നീ ചെയ്തു തരാമോ. സത്യത്തിൽ എനിക്ക് അന്ന് ഒരു കേക്ക് ചെയ്യാൻ 1 ദിവസം വേണം. ഒരു കേക്ക് ചെയ്യാൻ എനിക്ക് 1 ദിവസം. ഞാൻ ചോറ് വെക്കൂല, ഫുഡൊന്നും ഉണ്ടാക്കൂല, വീട്ടിലെ പണി ഒന്നും ചെയ്യില്ല. ആ ഒരു കേക്ക് മാത്രമാണ് നേരം വെളുത്ത് കിട്ടുന്നവരെ ചെയ്യുന്നത്. കാരണം എനിക്കറിയില്ല, അത്രയും ടെൻഷനാണ്. ശരിയാവോ ഓരോ വട്ടവും പോയി ഇങ്ങനെ നോക്കി അത് എല്ലാ ബേക്കേഴ്സിന്റെ ചോദിച്ചാൽ അവരതായിരിക്കും പറയുന്നത്. പക്ഷേ പുഷ്പം പോലെയാണല്ലേ ഇപ്പം ഇപ്പൊ ഒരു ദിവസം 10, 12, 20, 25 എത്ര വേണേലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം പേരിടണം. പേരിടുമ്പോൾ നമുക്ക് ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് പേര് വേണം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അതുപോലെ നമുക്ക് പേരിടാം, അച്ചൂസ് കേക്ക് എന്നൊക്കെ ഇടാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏട്ടൻ പറഞ്ഞു, വേണ്ട, കേക്കിന് നിന്റെ പേര് മതി. അങ്ങനെയാണ് സഫീസ് എന്നുള്ളത്. അപ്പം എന്റെ പേര് സഫീറ എന്നാണ്, എന്നാലും SAFIZ എന്നാണ്, സഫീസ് ഹോം മെയ്ഡ് കേക്ക്സ്. ഇപ്പം നല്ല രീതിയിൽ നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ എന്റെ ഭയങ്കര കോൺഫിഡൻസ്, എന്റെ പ്രൊഡക്റ്റ് നല്ലതാണ്, കസ്റ്റമറിന് ഭയങ്കര ഇഷ്ടമാണ്. ഇവര് വെറുതെ എങ്കിലും കഴിക്കാൻ വേണ്ടി മേടിക്കാറുണ്ട്. ഒരു കസ്റ്റമർ എന്റെ കേക്ക് വാങ്ങിച്ച് ഇപ്പം ഒരു പ്രാവശ്യം ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാം, സഫീസ് ഹോമിൽ നിന്ന് വാങ്ങിക്കൂ എന്ന് പറയാം. രണ്ടാമത് അവർ വാങ്ങണോന്ന് ചിന്തിക്കുന്നത് അവർക്കത് ഇഷ്ടപ്പെടണം. എനിക്കങ്ങനെ
ഇപ്പൊ ജിമ്മിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയില്ല അവിടെ മറ്റേ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നത്. ഞാൻ ഇന്നലെയും കൂടെ ജിമ്മിൽ കേക്ക് കൊടുത്ത ഒരാളാണ്. അവർക്ക് ഞാൻ കേക്ക് കൊണ്ട് വയ്ക്കുന്നതും അത് അപ്പം തീരും. അതാണ് അവസ്ഥ. പിന്നെ കരിക്ക് കേക്കാണ് ഏറ്റവും ഭയങ്കരമായിട്ട് പോകുന്നത്. അവർക്ക് ഞാൻ ചെയ്യുന്ന കരിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. എന്തോ ഒരാളെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല, എന്തോ ഒരു ഗോഡ് ഫാദർ ഉണ്ടെന്ന് എന്തോന്ന് പറഞ്ഞാൽ അത് പറഞ്ഞെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ലൈഫ് നമുക്ക് ഇങ്ങനെ ജീവിക്കണം എന്നും എന്നെ എങ്ങനെയാണ് ഒരു ലൈഫിൽ ജീവിക്കേണ്ടതെന്നും പഠിപ്പിച്ചതും അല്ലെങ്കിൽ എന്റെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് എന്റെ കൂടെ എന്റെ ഉമ്മാക്ക് മുകളിലാണ് എന്റെ അപ്പച്ചി. അപ്പച്ചി ഇന്നില്ല, സേതോപ്പച്ചി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളുമായിട്ട് അവിടെ ചെല്ലും. എന്റെ ചെറിയ പോസിറ്റീവ് എന്റെ മോക്ക് ഞാൻ എവിടെ പോയാൽ അവൾക്കുള്ള ചെറിയ ചെറിയ തുണികളുടെ അതെല്ലാം മിക്കമ്മമാര് ചെയ്യുന്നത്. അതുപോലും ഭയങ്കര വലിയ കാര്യം ഞാൻ ചെയ്ത പോലെ പറയും. ഓ, നമ്മളെ ഇങ്ങനെ പ്രമോട്ട് ചെയ്യും. സഫി കണ്ടാ സഫി അത് കൊണ്ടുവന്നു, ഇങ്ങനെ ആവണം പെണ്ണുങ്ങള്. അതേ നമുക്ക് ഞാനെന്താ വലിയ സംഭവം അല്ല, ഇതുവരെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത് അപ്പച്ചിയാണ് ഭയങ്കരമായിട്ട്. കാരണം എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ലല്ലോ. സത്യത്തിൽ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ABCD ഒന്നും എനിക്കറിയില്ല. 10ാം ക്ലാസ്സിലൊന്നും എനിക്ക് ABCD അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല, അത്ര അറിയില്ല. പിന്നെ നമ്മൾ ഈ വാട്സപ്പ് ഫോണ് ഒക്കെ ഉപയോഗിച്ച് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിയൊക്കെ വളർന്നു. അന്ന് ബുദ്ധി വളർന്നില്ല എന്ന് വേണം പറയാം. അപ്പൊ അപ്പച്ചി മോളെയും കൊണ്ട് ചെല്ലുമ്പോ വിരല് മടക്കി 1 2 3 പഠിപ്പിച്ചു തരും. അത് പ്രത്യേകിച്ച് ഞാൻ അത് ഇതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാല് ഞാൻ അവിടെ ചെന്ന് തിരിച്ച് വീട്ടിൽ വരുന്നത് വൈകുന്നേരമാണ്. ആ സമയം വരെ അപ്പച്ചി ഇത് റിപ്പീറ്റ് ചെയ്ത് പറയും. ഞാൻ അപ്പച്ചി റിപ്പീറ്റ് നമുക്ക് അരോചകമായിട്ട് തോന്നി റിപ്പീറ്റ് ചെയ്ത്. പക്ഷെ എന്തെന്നറിയോ, ഞാൻ വീട്ടിൽ വന്നാലും എന്റെ മനസ്സിൽ പോകുന്നു. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എവിടെയോ അത് പതിഞ്ഞ് അങ്ങനെ കിടക്കും. അങ്ങനെയാണ് മോളെ ഞാൻ 1 2 3 പഠിക്കുന്നത്. എന്റെ മോളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. എന്റെ മോളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ അവൾ LKG മുതൽ ഇപ്പൊ 9ലാണ്. സ്വയം പഠിച്ച കുട്ടിയാണ്. അത് അടിസ്ഥാനം അപ്പച്ചി എനിക്ക് ഈ വിരൽ മടക്കാൻ പഠിപ്പിച്ചു തന്നതും അത് ഞാൻ ഇവളെ വിരൽ മടക്കുന്നതും പിന്നെ 1 2 3 സ്വയം മടക്കി തുടങ്ങിയതും സ്വന്തമായിട്ട് പഠിക്കണമെന്ന് അവർക്ക് എയിം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തത് അപ്പച്ചി എനിക്ക് പറഞ്ഞു തന്ന ക്ലാസ്സുകളിലൂടെയാണ്. ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ഇന്നും സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വിളിക്കാറില്ല. അതാണ് ചോദിച്ചു നോക്കുക. ഞാൻ ഇല്ലെങ്കിൽ പോലും ചോദിച്ചു നോക്കാം. അല്ലാതെ വെച്ച് തനി എണീക്കണം. പഠിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പഠിപ്പിക്കും. നമ്മൾ പുറകെ നടക്കണ്ട. അത് മെയിൻ പോയിന്റ് അതാണ്. അതിപ്പോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോവാം. കാരണം കുട്ടികളെ പുറകെ നമ്മൾ നടക്കണ്ട. അവർക്ക് അതിനോടൊരു നമ്മൾ ഇന്നടുത്ത് നമ്മൾ എത്തണം. നമ്മളൊരു പോയിന്റ് കൊടുത്താൽ അവരത് ചെയ്തിരിക്കണമെന്നുള്ളത്. മാർക്ക് പറഞ്ഞപ്പോഴും ഞാൻ വഴക്ക് പറയാറില്ലല്ലോ. ഞാൻ പറയാം, നിനക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് എടുത്ത് പഠിക്കണമെങ്കിൽ നീ പഠിച്ചേ പറ്റും, മാർക്ക് എടുത്തേ പറ്റും. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ആരും വിളിച്ചേൽപ്പിക്കണ്ട, ഞാൻ സ്വയം പഠിക്കാം. എന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ പഠിക്കാൻ പറഞ്ഞാൽ അതുവരെ പഠിക്കാനുള്ള ഞാനാണ് ബുക്കും മടക്കിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അറിയാം, വീട്ടുകാർക്ക് അറിയാം എനിക്കാണ് ഞാൻ ലെവലിലെത്തേണ്ടത്. അത് എനിക്കൊരു എയിമാണ്. അത് ഇത് നമ്മൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. തീർച്ചയായും അത് എന്റെ പേരൻസ് എനിക്ക് ഉണ്ടാക്കി തന്നൊരു സ്ഥലം. കാരണം കഷ്ടപ്പാട്, പിന്നെ അപ്പന് നമുക്കിങ്ങനെ നിന്നാ പോരാ, നമുക്ക് കുറച്ചുകൂടെ ലെവലും സ്റ്റാറ്റസ്. ഇപ്പം സഫിയോട് പോലും ഞാൻ ഒരു ഇന്റർവ്യൂ ചോദിക്കും, പക്ഷെ ശരണ്യനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ആ കണ്ടിട്ടുണ്ട് എന്ന് പറയിപ്പിക്കാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു റെസ്പെക്ട് കിട്ടാൻ വേണ്ടി. ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള 2 പേര് നിങ്ങൾ 2 പേരുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. നിങ്ങളെ 2 പേരും ഇന്റർവ്യൂന്ന് കട്ട് ചെയ്യും. അത് കട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് കട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ 2 പേരും എനിക്ക് ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ ഇന്റർവ്യൂവിന് ഇതിന്റെ കൂടെ നിങ്ങളെ പൊക്കി പറയുന്നു വിചാരിക്കില്ലേ, സ്റ്റാൻഡേർഡ് കിട്ടിയിരുന്നു. അത് എന്താന്ന് വെച്ചാൽ രജനീഷേട്ടൻ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്താണ്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങള് പല ഇന്റർവ്യൂവിലും ഞങ്ങളോട് പരസ്പരം ചോദിക്കാണ് നിങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മൾ മുന്നേ നിന്ന് ചാനലിൽ നിൽക്കുമ്പോൾ രജനീഷേട്ടൻ ആങ്കർ ചെയ്യുമ്പോൾ ഞാൻ പ്രൊഡ്യൂസറാണ്. ഞാൻ ഇതുപോലെ ക്യാമറയുടെ പുറകെ വന്നിട്ട് ഞാനായിരിക്കും രജനീഷേട്ടൻ ഇത് നല്ല കണ്ടന്റ് ആണെന്ന് പറയും. അപ്പൊ ജസ്റ്റ് കണ്ടന്റ് നല്ലതാണ് ഞാൻ പറഞ്ഞ അയാൾക്ക് 100% കോൺഫിഡന്റ് ആണ്. മ്യൂസിക്കിന്റെ ആൾക്കാരുടെ അല്ല, മറ്റുള്ളവരുടെ. അപ്പൊ ഞാൻ അപ്ഡേഷനാണ്, ഞാൻ ഭയങ്കര അപ്ഡേഷനാണ്. ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് രജനീഷേട്ടാ എടുത്തോ. അപ്പൊ പുള്ളി അത് നോക്കിയിട്ട് നമ്മളെ ഡിസ്കസ് ചെയ്യും, ചേട്ടാ നമുക്ക് അതിങ്ങനെ. എന്നിട്ട് ഞാനും എന്റെ അഭിപ്രായം പറയും. ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയും, അല്ലാണ്ട് ആങ്കർ എന്നുള്ള രീതിയിൽ ചേട്ടൻ നല്ല ബോധമാണ്. നമ്മൾ അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ ഞങ്ങൾക്ക് നല്ല സിങ്കാ. അതുകൊണ്ട് ഇന്നും ഒരാളുടെ ഒരു ഇന്റർവ്യൂ എടുക്കാനോ സംസാരിക്കാനോ പോകുമ്പോഴേ ഞാൻ ആദ്യം തീരുമാനിക്കുന്നത് ഇന്റർവ്യൂ ഓടണം എന്നല്ല. ഇത് കാലാകാലം അവിടെ കിടക്കുന്നതാണ്. നിങ്ങളെ കുറിച്ച്, സഫീറെ കുറിച്ച്, സഫിയുടെ മക്കളുടെ അങ്ങനെ തലമുറകൾ കാണും. ഇത് ഡിജിറ്റലൈസ് ചെയ്യപ്പെടുവാണ്. അന്ന് പോലും നമ്മളെ 2 പേരെയും, നിങ്ങളെയും ഒരു തരത്തില് എന്നെയും ഒരു തരത്തില് വിലയിരുത്തത്തക്ക
വേണം ചെയ്യണം, അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം നമ്മുടെ കഥ പറഞ്ഞു, ഞാനത് കഥയെന്ന് പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നവർക്ക് കഥയാണ്, നമ്മൾ മാത്രമേ അത് ജീവിച്ചിട്ടുള്ളൂ. തീർച്ചയായും എന്റെ ജീവിതം എന്റെ ജീവിതമാണ്, മറ്റുള്ളവർക്ക് അതൊരു കഥയാണ്. അവരത് എത്രത്തോളം ഉൾക്കൊള്ളും. ഇപ്പം ചിലർ വന്ന് വാപ്പായെ കുറ്റം പറയാം, ചിലർ ഉമ്മായെ കുറ്റം പറയാം. ഞാനൊരിടത്ത് കമന്റ് ഇട്ടപ്പോൾ അതിൽ തന്നെ ആ കമന്റിന്റെ അടിയിൽ തന്നെ വന്നിട്ടുണ്ട്, എന്നാലും നിങ്ങൾ വാപ്പ എനിക്ക് എന്നാലും അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്റെ വാപ്പായാണ് എനിക്ക് ഇഷ്ടം, ഇത്രയും വെള്ളം അടിച്ച് നടക്കുന്ന വാപ്പായാണ് ഇഷ്ടമെന്ന് വീണ്ടും പറയുന്നുണ്ടല്ലോ. ആണ് എന്റെ വാപ്പായാണ് എനിക്ക് ഇഷ്ടം. അത് ഞാൻ പറഞ്ഞില്ല, ഒരാളും പല രീതിയിൽ എടുക്കും. തീർച്ചയായും നെഗറ്റീവും വരും, അതൊന്നും സ്വാഭാവികമാണ്. ഇതാ നമുക്ക് നമുക്ക് ഞാൻ ഇവിടെ എത്തിയെങ്കിലേ, ഞാൻ ഇവിടെ എത്തി ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ പാവമായിരുന്നു. ഇപ്പം എന്റെ മനസ്സിനകത്ത് അതുണ്ട്, അതുകൊണ്ടാണ് ചില സമയം കണ്ണു നിറഞ്ഞു പോകുന്നത്, അത് ഫീൽ ആവുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞാല്, ഞാൻ ഈ ബിസിനസ് ഒരു കേക്ക് ബേക്കർ ആയി, ഒരു അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ആയി. കുറച്ച് നമുക്കൊരു ബേക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഫരീദാത്ത ഒരു ആർട്ടിക്കിൾ ഇട്ടു. നമ്മൾ ആ മെയിൻ പോയിന്റ് പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെയായി എന്നുള്ളത്. അവിടെ ഇത്ര ഒരു ആർട്ടിക്കിൾ ഇടുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഗൃഹലക്ഷ്മി മിസ്സസ് കേരളയിലോട്ടുള്ള ഓഡീഷനാണ്, ഇത് മാത്രമേ കണ്ടുള്ളൂ. അതിന്റെ അടിയിലോട്ട് ഒരു പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എത്ര പ്രൈസ് കിട്ടുമോ എനിക്ക് കിട്ടുമോന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ മെയിൽ അയക്കാൻ രാത്രി ബെഡ്റൂമിൽ പോയി കിടന്നിട്ട് മെയിൽ അയക്കാൻ വരുമ്പോൾ ഫോൺ നമ്പർ ചോദിച്ചു. വേണ്ട, ഫോൺ നമ്പറൊക്കെ ഈ നെറ്റിൽ അങ്ങനെ കൊടുക്കുന്ന ബുദ്ധിമുട്ടാണ്, അത്രയും ഉള്ളൂ ബേസിക് വിദ്യാഭ്യാസം. അത് ചെന്നിട്ട് തിരിച്ച് എല്ലാം ബാക്ക് അടിച്ച് തിരിച്ചു വന്നു. എന്നിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ പോയിട്ട് വീണ്ടും ചെയ്തു. ഫസ്റ്റ് ഞാനൊരു മെയിൽ അയക്കുന്നതാണ്, ജീവിതത്തിൽ ആദ്യത്തെ മെയിൽ. 3 ദിവസം കഴിഞ്ഞപ്പോ എനിക്കൊരു കോള്, അത് ഗൃഹലക്ഷ്മി മിസ്സസ്, ആ വീഡിയോ ഉണ്ട് എൻ്റെ. അതായത് വിളിച്ചിട്ട് ഇതേപോലെയാണ്, നിങ്ങൾ ഓഡീഷന് വരണോന്ന് പറഞ്ഞു. അവിടെ ട്രിവാൻഡ്രത്താണ്. അങ്ങനെ ചെന്നു. ആദ്യമായിട്ടൊരു എന്റെ ടീഷർട്ട്, എൻ്റെ ഒരു പിങ്ക് ഷർട്ട്, ജീൻസ് ഒക്കെ ഇട്ട്, എന്റെ ഫ്രണ്ടുണ്ട് ചിത്ര, അവളുടെ ഷൂ, അവളുടെ ഷൂ കുറെ ഓടിയതാ. ചെന്നു നിന്ന് ഒഡീഷ അവിടെ ചെന്നപ്പോ നല്ല സുന്ദരികളായ അടിപൊളി ബിസിനസ്സുകാര്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവര് വന്നിരുന്നു. പക്ഷെ പേടി തോന്നിയില്ല. അവിടെ ഭയങ്കര അതെന്താന്നറിയാമോ, സത്യം മടിയിൽ കനവുള്ളവരല്ലേ പേടിയുള്ളൂ. കൂളായിട്ട് ചെന്ന് നിന്ന് അവരെന്റെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് ഒരു മ്യൂസിക് ഇടും, നടക്കാം. എന്റെ നടത്തിയാണെങ്കിൽ ഒരു കാലിച്ചിരി വളഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ഇന്ന്. അല്ല, ഞാനിപ്പോ പറഞ്ഞ പോലെ പേടിയുടെ കാര്യത്തില് ഞാൻ എപ്പോഴും PSC പരീക്ഷ എഴുതാൻ പോകുമ്പോഴും എനിക്ക് പേടിയില്ല. പിന്നെ പഠിച്ചിട്ടില്ലല്ലോ, ഇത് എഴുതുന്നു. അത് വെച്ചാൽ അതിനെ ഇതായിട്ട് കാണുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ഇത് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾക്കത് വേണം, ചെയ്യണം എന്നതിലോട്ട് എത്തുന്നത് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. ഒരു പബ്ലിക്കിൽ ചെന്ന് എനിക്ക് നിൽക്കാൻ പറ്റും, തല ഉയർത്തി നിൽക്കണം. ഞാനത് എപ്പോഴും ആരെങ്കിലും സംസാരിക്കുമ്പോൾ വെറുതെ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. പണ്ടൊരു കല്യാണ വീട്ടിലോ ഒരു ജ്വല്ലറിയിലോ ഒരു കടയിലോ ചെന്നാൽ അറിയപ്പെട്ടിരുന്നില്ല, ആരും നോട്ടീസ് ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നാലോ അല്ലെങ്കിൽ സഫീസ് അല്ലേ, എന്നോട് എത്ര ചോദിക്കുമെന്ന് അറിയോ, സഫീഡ് ഹസ്ബൻഡില്. അത് പക്ഷെ അതിന്റെ എല്ലാം അത്ര കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പുറകില് ബലമുള്ള ഒരു, അതായത് ഭയങ്കര ദൃഢമായ ഒരു ബലം ബാക്കിലുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെ ഒരു വലിയ ഇതാണ്. ഞാൻ മെയിൽ അയച്ചു. അപ്പൊ അത് കിട്ടിയല്ലോ. ഓഡീഷനിൽ ചെന്നപ്പോ എന്നെ തോന്നുന്നു 1 മിനിറ്റില് എനിക്കറിയില്ല ഓഡീഷൻ എങ്ങനെയാണെന്ന് പോലും അറിയില്ല, 1 മിനിറ്റിൽ നിങ്ങളെ കുറിച്ച് പറയാം. മൈക്ക് തന്നു. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു, ഫ്രണ്ടിലിരിക്കുന്നതെല്ലാം വാ തുറന്നാ ഇംഗ്ലീഷ് പറയുന്ന 3 പേര്. ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ മലയാളത്തിൽ ചോദിക്കണം. ഞാൻ 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ 12 വയസ്സ് മുതൽ വീട്ടുജോലി ചെയ്ത് തുടങ്ങി എന്നുള്ള ഒരു ഇതിൽ ഒരൊറ്റ മിനിറ്റിൽ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞു നിർത്തി. ഒരു ഡയലോഗ്, അതിപ്പോ എനിക്ക് ഓർമ്മ വന്നു. അന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എനിക്ക് സമൂഹത്തിനോട്, സ്ത്രീകളോട് അല്ലെങ്കിൽ സമൂഹത്തിനോട് പറയാനുള്ളത്, ഈ സ്വപ്നങ്ങള് മീൻകറിയുടെ കൂടെ ഇട്ട് തിളപ്പിക്കുന്നവരാണ് വീട്ടമ്മമാര്. അവരത് മാറ്റി, അതായത് അത് വേറെ പാത്രത്തിലിട്ട് തിളപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു നിർത്തി. അത് അവർക്ക് ഭയങ്കര ഇഷ്ടം, അവരത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ആ ക്രൗഡില്ലേ ഭയങ്കര റെസ്പെക്ട് ആയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് എല്ലാം പോസിറ്റീവാണ്. എനിക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂട്ടി തന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. അന്ന് ഇത് കഴിഞ്ഞപ്പോ മാഡം പറഞ്ഞു സഫീദ സ്റ്റോറി എഴുതണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഭയങ്കര സന്തോഷമായി. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ ഓഡീഷന് വരുന്നു, അത്രേ ഉള്ളൂ. അതിനിടയ്ക്കാണ് എന്റെ സ്റ്റോറി എഴുതണം. പിന്നെ ക്യാമറാമാനായി ഫോട്ടോ എടുപ്പായി
അത് ഫ്രണ്ടിൽ ക്യാമറയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ വന്ന ആര്യയൊക്കെ ഓടി വന്നിട്ട് എഴുതുന്ന സഫി എങ്ങനെയാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്, നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ. ആ ആര്യാണ് ഇപ്പൊ മിസ്സസ് കേരള ആയത്. അങ്ങനെ നമ്മള് കൂട്ടായി, നമ്മൾ തിരിച്ചു വീട്ടിൽ വന്നു. നോർമൽ, ബാക്ക് ടു നോർമൽ. ഒരു ദിവസം വിളിക്കുന്നു, നിങ്ങൾ സെലക്ട് ആയി, 22 പേരിൽ ഒരാളാണ്. പിന്നെ റാമ്പിൽ പോലും നടന്നിട്ടില്ല, സ്വപ്നത്തിലാത്ത ഏകദേശം 3 ജില്ലയിൽ, അതായത് നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് നടത്തിയത് 3000 പേരോളം ഓഡിഷന് ചേർന്നു. അതിൽ സെലക്ട് ചെയ്ത് 22 പേരാണ്. ആ 22 പേര് ഇന്ന് നമ്മുടെ ഫ്രണ്ട്സാണ്. ഒരാളിപ്പോ ബിഗ് ബോസിലുണ്ട്, ലക്ഷ്മി. അപ്പം അതില് നമ്മൾ ഒരു 3-4 പേര് മാത്രമേ ഉള്ളൂ കോണ്ടാക്ട് ഇല്ലാതെ, ലക്ഷ്മി ഉൾപ്പെടെ. ബാക്കി നമ്മൾ കുറച്ചാളുകൾ ഒരേ വൈബുള്ള ആളുകളുണ്ട്. അപ്പം അവിടെ നിന്ന് കിട്ടിയതും ഭയങ്കര പോസിറ്റീവാണ്. എനിക്ക് അവർ ഫോം തരുമല്ലോ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി, എനിക്കത് നോക്കി വായിച്ച് സൈൻ ചെയ്യാൻ അറിയില്ല. എനിക്ക് ലിൻഡയാണ് എന്റെ കൂടെ ഇരുന്ന് ഫുള്ള് വായിച്ച് സഫി ഇത് ഈ പോയിന്റ് ആണ്, ഇത് ഇങ്ങനെയാണെന്ന് പോയിന്റ് പറഞ്ഞ് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് കൊടുത്തത്. അതിൽ മെയിൻ കൊറിയോഗ്രാഫർ കൊല്ലംകാരനാണ്, ശ്യാംകാർ. പുള്ളിക്കാരന്റെ വൈഫ് ഹിന്ദിയെ സംസാരിക്കുന്നു, പുള്ളിക്കാരൻ വാദം ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഫുൾ എനിക്ക് വേണ്ടിയതാണ് എനിക്ക് തോന്നിയത്. ഫുൾ മലയാളത്തിലാണ് സംസാരിച്ചത്. അതായത് നമ്മൾ റാമ്പിൽ നടക്കുന്ന രീതി പറയുമ്പോഴൊക്കെ പുള്ളി ആദ്യത്തെ ദിവസം ഫുൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. നടന്നു വന്നതും ടേൺ തിരിക്കണം, അങ്ങനെ ഇങ്ങനെ എല്ലാം ഇംഗ്ലീഷിലാണ്. അവർ മലയാളം വേർഡ് യൂസ് ചെയ്യുന്നേ ഇല്ല, കാരണം പുള്ളി ഇന്റർനാഷണൽ ഷോ ഒക്കെ ചെയ്യുന്ന ആളാണ്. ഈ പുള്ളി ഫുൾ ഇംഗ്ലീഷ്. എനിക്ക് ഇപ്പൊ ഞാൻ മറ്റേ അവിടെ ഒരു അഭിലാഷം എന്ന് പറഞ്ഞ ഈ ക്യാമറ പുള്ളി ഇത് പൊസിഷൻ എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി തോന്നി എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല കേട്ടാന്ന് പറഞ്ഞു. അടുത്ത റിഹേഴ്സലിന് ഫുൾ മലയാളം. പക്ഷെ പുള്ളി അത് എനിക്ക് വേണ്ടിയാണോ മലയാളത്തിൽ സംസാരിച്ചതെന്ന് പോലും ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ്. പുള്ളി അത് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ മലയാളം എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ 2-3 പേർക്ക് മലയാളം അത്ര അറിയില്ല. പക്ഷെ അവർ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത പോലെ തോന്നി. ഭയങ്കര സ്നേഹമാണ് അവർ. അതങ്ങനെയല്ല സഫി, ഞാൻ പറഞ്ഞ ലൈഫിൽ എന്തൊക്കെ നമ്മളെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സഫി പറഞ്ഞ പോലെ അന്ന് ലൈഫിൽ എപ്പോഴെങ്കിലും വിട്ട് കളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇതൊന്നും ആവാൻ പറ്റത്തില്ല. നമുക്ക് അന്ന് അനുഭവിച്ചോണ്ട് തന്നെ ഇനി ഇതിൽ കൂടുതൽ ഒന്നും അനുഭവിക്കാനില്ലാത്തതുകൊണ്ട് ഇത് ഭയങ്കര നമ്മളെ സംബന്ധിച്ച് ഒരു മൊട്ടുസൂചി വാങ്ങിച്ചാൽ പോലെ ഹാപ്പിനെസ് ആണ്. ഞാൻ ഇന്നിപ്പോ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ നിമിഷവും ഭയങ്കര സ്പെഷ്യലാണ്. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, പണ്ട് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ പച്ചക്കറി വാങ്ങിക്കും. അതെങ്ങനെയാണെന്നറിയോ പച്ചക്കറി വാങ്ങിക്കുന്നത്? ഈ വില കുറച്ച് വഴിയിലൊക്കെ കിട്ടൂല, അതായത് 20 രൂപയ്ക്ക് പയറ് സവോള അതൊക്കെ മേടിച്ചിട്ട് ഞാൻ വലിയ സംഭവമായിരുന്നു. ഞാൻ എന്റെ വീട് നോക്കുന്നു, അതൊക്കെ വലിയ കാര്യത്തിലാ ചെന്ന് പറയുന്നേ. പക്ഷെ നല്ല വില കൊടുക്കണം, നല്ലതാണ്. പക്ഷെ നമ്മളെ സമ്പാദിച്ചെന്നുള്ള ഒരു ഫീൽ, അത് മറ്റൊരാൾക്ക് ആ ഫീൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, നമുക്കേ ഫീൽ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ കാറ് വാങ്ങിച്ചിട്ട് 1 മാസമായതേ ഉള്ളൂ. ഒരു കാറ് വാങ്ങുക എന്ന് പറഞ്ഞാല് മോൻ ഇടയ്ക്ക് ചോദിക്കുക, നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാർ ഉണ്ടായിരുന്നു. അപ്പൊ പപ്പ നമ്മൾ കാറ് വാങ്ങും, നമ്മള് പുതിയ ഓരോരുത്തരുടെ കാറൊക്കെ നല്ല സൂപ്പർ കാറല്ലേ വാങ്ങൂ, നമ്മൾ കാറ് വാങ്ങും. അപ്പൊ ഇടന്ന് നിങ്ങൾ പഠിച്ചിട്ട് ഒരു സുപ്രഭാതത്തില് ഒരു ഇലക്ട്രിക് കാർ വാങ്ങണം, പെട്ടെന്ന് പ്ലാൻ ചെയ്തു. കാരണം അങ്ങനെ ഒരു സ്വപ്നം കാണുന്ന ലെവലിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ്. എങ്ങനെ നമുക്ക് ഞാൻ പറയാൻ ഇത്രേ ശ്രമിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ ഇപ്പം ശരണ്യ വരുമ്പോഴും ഞാൻ പറയാൻ ഇത്രേ ശ്രമിക്കുന്നുള്ളൂ. 10ാം ക്ലാസ് ഫെയിലായ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു ഈ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ, നല്ല വിദ്യാഭ്യാസമുള്ള നല്ല അറിവുള്ള എത്രയോ പിള്ളേരില്ലേ എങ്ങും എത്താതെ, അവർക്ക് അറിയില്ല അവർക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ വരേണ്ടത്. സമൂഹത്തിൽ വരണമെന്നല്ല, അവർക്ക് സ്വയം എന്തെങ്കിലും ചെയ്ത് മുമ്പോട്ട് വരാൻ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ എന്ത് ബിസിനസ് വേണമെങ്കിലും ഫെസിലിറ്റി ഉണ്ട്, ഉപയോഗിക്കണം. സ്വയം എന്തും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ കേക്ക് ചെയ്യുന്നു, എനിക്ക് എന്റെ തലയ്ക്ക് മീതെ പാത്രങ്ങൾ നമ്മൾ ഒരു ഭാഗം മാത്രമേ കാണുള്ളൂ, ആ ഡിസൈൻ ചെയ്ത കേക്ക് മാത്രമേ കാണുള്ളൂ. അതിന്റെ ബാക്ക് സ്റ്റേജിൽ ഇപ്പൊ ഞാനൊരു വീഡിയോ ഇടുമ്പോഴാണെങ്കിലും ബാക്കിൽ എന്റെ പാത്രങ്ങളോടെ കിടപ്പുണ്ട് കഴുകാൻ. ഇപ്പൊ ഇന്ന് വന്നപ്പോ കണ്ടില്ലേ, അതുപോലെ പാത്രങ്ങൾ ഉണ്ടാവും. അതിനി ഞാൻ കഴുകി വെച്ച് ഞാൻ ഉറങ്ങണമെങ്കിൽ സമയമെടുക്കും. പക്ഷെ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മള് നമ്മുടെ സ്വപ്നത്തിലെത്തും, എത്തണമെന്നുള്ളതാണ്. നിങ്ങളോട് എന്നാ പറയാനുള്ളത്?
എനിക്ക് മക്കള് ഭയങ്കര ഇവിടെ വന്നപ്പം ചായ ഇട്ട് തന്നത് മോളാണ്. ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. സഫി ചോദിച്ചു വാങ്ങിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ബിരിയാണി ഒക്കെ വെച്ചാൽ എനിക്ക് ഒരുപാട് അല്ലല്ല അതൊന്നും അല്ല, ഞാൻ ഭക്ഷണത്തോട് മാത്രം ചോദിച്ചു. എനിക്ക് വീട്ടിൽ വരുന്നവർക്കേ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. അല്ല അതൊന്നും അല്ല, നമ്മൾക്ക് ചില ഇന്റർവ്യൂവിൽ പോയെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വിശന്നായിരിക്കും, എന്നാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷെ ഞാനിത് വളരെ ഇതായിട്ട് നീ കഴിക്കാൻ തോന്നുമ്പോ ഓക്കെ നോ പ്രോബ്ലം, നമുക്കതൊന്നും ഇതില്ല. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണമല്ലേ ഇത്, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഇവിടം വരെ ഉള്ളൂ അതൊരു ഭക്ഷണം, അതിനുശേഷം അത് അതല്ലല്ലോ. അപ്പൊ എന്താണെങ്കിലും അടിപൊളിയായിട്ട് എനിക്ക് പരിചയപ്പെട്ടതിൽ ഭയങ്കര സന്തോഷമാണ്. ഒരു കുടുംബം മൊത്തം എല്ലാവരോടും ഞാൻ പറയാറുണ്ട് കൂടെ ഉണ്ടാവുമെന്ന്. ഇതിലൊരു കാര്യം കുറച്ച് ഇടയിൽ കൂടെ പറയട്ടെ. മുമ്പ് മാറ്റി നിർത്തിയവരെല്ലാം എന്റെ വീട്ടുകാരുൾപ്പെടെ എന്റെ നാട്ടുകാരുൾപ്പെടെ, നാട്ടുകാർ മീൻസ് കൂടെ നിന്നവർ, അന്ന് കൂടെ നിന്നവർ ഇന്നും കൂടെ ഉണ്ട്, അങ്ങനെയല്ല. നമ്മള് നല്ല രീതിയിൽ പോവൂല എന്ന് വിചാരിച്ചു. ഇന്ന് 15 വർഷമാവും നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്. അടുത്ത ജനുവരി ആകുമ്പോ 16 വർഷമാവും. അടിപൊളിയായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാല് മറ്റുള്ളവര് നമ്മളെ കണ്ടിട്ട് ഇത് ചേട്ടനെയും ചേട്ടത്തിയും പോലെ ജീവിക്കണം എന്ന് പറയുന്ന അനിയന്മാരുണ്ട് എനിക്ക്. എന്റെ ഫാമിലിയിലെന്ന് പറഞ്ഞാല് ഒരു മുസ്ലിം കുട്ടിയെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് അങ്ങനെയുണ്ട്. എന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിക്കും, നീ വേണ്ട കെട്ടണ്ടെന്ന് പറഞ്ഞില്ലേ, പുള്ളി പറഞ്ഞത് നീ ഒരു പക്ഷെ സഫിയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയല്ല പോകുന്നത്. ആ ഒരു രീതിയിലേക്ക് അതായത് നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവം ഒക്കെയാണ്. അതുകൊണ്ട് ആയിരിക്കാം നമ്മൾ നല്ലതായിട്ടാണ് പോകുന്നത്. അതും എനിക്ക് പറയണമെന്നുണ്ട്. തീർച്ചയായും നമുക്കിവിടെ ഒന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ എന്താണെങ്കിലും കണ്ടതിലും പരിചയപ്പെട്ടാലും കുറച്ചു നേരം നമ്മൾ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തതിലും ഒരുപാട് 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 താങ്ക് യു.